ഇത് കണ്ടോ, ഇപ്പോൾ ആ പുറകിൽ കാണുന്നത് യാഫോ ക്ലോക്ക് ടവറാണ്. അതുപോലെ തന്നെ മുമ്പിൽ കാണുന്നത് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ക്രിസ്മസ് ട്രീ ആണ്. നല്ല രസമുണ്ടല്ലേ കാഴ്ചകൾ ഒരുമിച്ച് കാണാനായിട്ട്. നമസ്കാരം, കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഇസ്രായേലിലെ ടെല്ലവീവിലാണ്. ടെല്ലവീവ് യാഫോയിലാണ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് യാഫോയിലെ ക്രിസ്മസ് ട്രീ. അപ്പോൾ യാഫോയിൽ കുറച്ച് ക്രിസ്മസ് അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. ടെല്ലവീവ് യാഫോയുടെ ക്രിസ്മസ് കാഴ്ചകൾ അടങ്ങിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാണുന്നത് സുക്കന്യോത്താണ് കേട്ടോ. ഇസ്രായേലിൽ ഹനൂക്കയാണ്, ഹനൂക്ക ഫെസ്റ്റിവലാണ്. ഹനൂക്ക ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരുതരം പലഹാരമാണ്. ഹനൂക്കയൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഇസ്രായേലികൾ ഈ പലഹാരം കഴിക്കുന്നത്. ജൂയിഷ് ആൾക്കാരുടെ ഹനൂക്കയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹനൂക്ക ഫെസ്റ്റിവലാണ്. യാഫോ എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഒരു കളർഫുൾ സിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു കളർഫുൾ നഗരമാണെന്ന് പറയാം. ടെല്ലവീവ് യാഫോ എന്നാണ് പറയുന്നത്. അതായത് ടെല്ലവീവ് നഗരത്തിൻ്റെ തന്നെ ഭാഗമാണ്. അതുപോലെ തന്നെ ഏറ്റവും പുരാതനമായ പഴയ കാലത്തെ 8-ാം നൂറ്റാണ്ടിൻ്റെ ഒട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെയൊക്കെ നിർമ്മിതികളുള്ളൊരു നഗരം കൂടിയാണ് യാഫോ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണിത്. ഇത് യാഫോയിലെ പല നിർമ്മിതികളാണ്. യാഫോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിനും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതത്തിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം അതിനെ അനുസ്മരിപ്പിക്കുന്ന യാഫോ ടവർ, ഇത് ഓൾഡ് യാഫോ ടവറാണ്. അതുപോലെ തന്നെ ഓരോ നിർമ്മിതി ഇത് ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതെങ്ങനെ ഈ സ്നോ വരുന്നതെന്നറിയോ? ഇതിവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഈ കുട്ടികളെ കണ്ടോ, കുട്ടികളിവിടെ ഇത് ചവിട്ടുന്ന സമയത്താണ്. ഇപ്പോൾ ആ കുട്ടി ചവിട്ടുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ സ്നോ പറന്നു പോകുന്നത്. രസമുണ്ടല്ലോ, ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം. ാണ് യാഫോയിലെ ക്ലോക്ക് ടവർ. ഭയങ്കര പ്രശസ്തമായ ഒരു ക്ലോക്ക് ടവറാണ്. ഇസ്രായേലിൻ്റെ ഒരു ഫാഷൻ ടൂറിസം ഐക്കണാണ് യാഫോ എന്ന് പറയുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന, ഒരുപാട് ചരിത്ര സ്മൃതികൾ ഉറങ്ങുന്ന ഒരു നഗരമാണ് യാഫോ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ ക്ലോക്ക് ടവർ എന്ന് പറയുന്നത് യാഫോയിലെ. അപ്പം അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇപ്പോൾ യാഫോയിൽ ക്രിസ്മസ് ട്രീ ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു ക്രിസ്മസ് ട്രീ ആണ് ഇപ്രാവശ്യം ഒരുക്കിയിരിക്കുന്നത്. കാരണം ഇപ്രാവശ്യം ക്രിസ്മസ് സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട് യാഫോ അല്ലെങ്കിൽ ഇസ്രായേലിന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം യുദ്ധമൊക്കെ നിർത്തി തൽക്കാലത്തേക്കാണെങ്കിൽ പോലും സീസ് ഫയർ ആണ്. പ്രത്യക്ഷത്തിൽ യുദ്ധമില്ലാത്തൊരു സാഹചര്യം. ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലുണ്ടെങ്കിലും പ്രത്യക്ഷമായിട്ട് ഇസ്രായേലിൽ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു സാഹചര്യം. അപ്പം ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുടെ ഒരു ക്രിസ്മസ് കൂടിയാണ് ഇപ്രാവശ്യത്തെ ക്രിസ്മസ്. ഇസ്രായേലിന് വലിയൊരു പ്രത്യേകതയാണ്. ഇസ്രായേലിൻ്റെ മെജോറിറ്റി ഓഫ് ഇസ്രായേലികൾ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സമൂഹം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഓഫ് കോഴ്സ് യഹൂദന്മാരും കൂടി അടങ്ങുന്നതാണ്. ഇത് ക്ലോക്ക് ടവറാണ്. ആ ക്ലോക്ക് ടവറിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരു ഹനൂക്കയുടെ വിളക്ക് സ്ഥാപിച്ചതായിട്ട് കാണാം. ഇന്ന് ഹനൂക്കയുടെ 2-ാം ദിവസമാണ്. ഹനൂക്ക ഫെസ്റ്റ് നടക്കുകയാണ് ഇസ്രായേലിൽ. അതിൻ്റെ 2-ാം ദിവസമാണ്. അതുകൊണ്ടാണ് 2 തിരി തെളിയിച്ചിരിക്കുന്നത്. ഈ വർഷം ഇസ്രായേലിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും ഹൈഫയിലാണ് കേട്ടോ. ഹൈഫ ഗാർഡൻ ശരിക്കും ബഹായ് ഗാർഡനും അതിനോടനുബന്ധിച്ച പ്രദേശമൊക്കെ നല്ല രീതിയിൽ ശരിക്കും ഒരുക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം. ഇത് കണ്ടോ, ഇപ്പോൾ ആ പുറകിൽ കാണുന്നത് യാഫോ ക്ലോക്ക് ടവറാണ്. അതുപോലെ തന്നെ മുമ്പിൽ കാണുന്നത് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ക്രിസ്മസ് ട്രീ ആണ്. നല്ല രസമുണ്ടല്ലേ കാഴ്ചകൾ ഒരുമിച്ച് കാണാനായിട്ട്. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.